അതായത് എന്റെ വേൾഡ് മൊത്തത്തിൽ ഇവൻ കൺട്രോൾ ചെയ്യും, എന്റെ പീസ് ക്രാഷ് ചെയ്യും, അങ്ങനെ കുറെ പരിപാടികൾ ഇവൻക്കുണ്ട്. അപ്പൊ എന്താണ് അറിയില്ല അതിന്റെ ഇതൊരു ഒറ്റ എപ്പിസോഡിൽ തീർക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മിക്കവാറും കുറച്ച് പണിയാവാൻ ചാൻസുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. അതൊക്കെ മിസ് ചെയ്യാതിരിക്കണേ. എല്ലാവരും ലൈക്കും സബ്ബൊക്കെ അടിച്ചു പൊട്ടിച്ചോ, എന്നാലും ഇതിന്റെ പാർട്ട് 2, 3 ഒക്കെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ പറയല്ലേ, ഇവിടെ ക്രീപ്പി ബയോംസ്, ക്രീപ്പി സ്ട്രക്ചേഴ്സ്, ക്രീപ്പി വില്ലേജേഴ്സ്, പല ടൈപ്പ് ഉണ്ട്. നമുക്ക് എന്തായാലും കൂടുതൽ ഞാൻ സ്പോയിൽ ചെയ്യുന്നില്ല. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മളങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷം അങ്ങനെ ഹൊറർ മോഡിലോട്ട് വന്നിരിക്കുകയാണ്. നേരത്തെ ഇൻട്രോ പറഞ്ഞ പോലെ എന്റെ പി സി എപ്പോഴാണ് ക്രാഷ് ആവുക എന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ ചെറുതായിട്ടൊന്ന് ഡിസ്ക്രിപ്ഷൻ വായിച്ചപ്പോ ഇത്തിരി സീനാണെന്നാണ് അറിയിക്കുന്നത്. ഇതുവരെ ഇറങ്ങി വെച്ചിട്ട് ഇത്തിരി സീൻ കൂടിയവനാണെന്നൊക്കെയാണ് ഡിസ്ക്രിപ്ഷനിലും കാര്യങ്ങളും പറയുന്നത്. എനിക്ക് എന്താ ഉണ്ടാവുന്ന അറിയില്ല. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് അടിച്ചേക്കുക. നമുക്ക് എന്തായാലും തുടങ്ങിയേക്കാം. ആദ്യം നമുക്ക് വുഡ് കെട്ടി തുടങ്ങണം. അറിയില്ല, ഏതൊരു വേൾഡ് തുടങ്ങിയാലും വുഡ് കെട്ടി തുടങ്ങണം. അതിനിപ്പോ ഏത് ഹൊറർ മോഡ് നമ്മളെ പിന്നിൽ വന്ന് നമ്മള് തുടങ്ങണം. പിന്നെ ഗൈസ് പറയണ്ടല്ലോ, കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ട് കമന്റിൽ മൊത്തം ഹെയ്റ്റ് ഒക്കെയാണ് തരുന്നത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്തത്. അതുകൊണ്ട് എനിക്കൊരു നോ പ്രോബ്ലം. എന്തുവെന്ന് പറഞ്ഞാലും നോ സീൻ. പിന്നെ ഇനി ഗൈസ് ഞാൻ ഹൊറർ മോഡ് കുറെ കാലങ്ങൾക്ക് ശേഷമാണ് കളിക്കുന്നത്. ഇനി എന്താ ഉണ്ടാവുക അറിയില്ല. നമുക്കല്ല അവനെ പേടിപ്പിക്കണം ഗൈസ്. നമ്മൾ പേടിക്കരുത്, അതാണ് നമ്മൾ ഇന്നത്തെ. എന്റെ പി സി ക്രാഷ് ആവാതിരുന്ന മതിയായിരുന്നു ഗൈസ്. ഞാൻ വിത്ത് ഷെയ്ഡർ ആണ് ഗൈസ്, വിത്ത് ഷെയ്ഡർ. അവിടെ കുറെ പംകിൻസ് അല്ലേ ഗൈസ് ഇരിക്കുന്നത്. അതിന്റെ അർത്ഥം ഇപ്പൊ തന്നെ ക്രാഷ് ആവുണ്ടോടെ. അപ്പൊ അടുത്ത് വരണ്ടി നമ്മളെ ക്രാഷ് ആവും. അതായത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഓരോ സംഭവങ്ങളാണ് നടക്കുക. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ വില്ലേജിന് വേണ്ടി തപ്പി പിടിക്കുകയാണെങ്കിൽ വില്ലേജിന്റെ ദൂരോട്ട് ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കണ പോലെ എനിക്ക് തോന്നുക. ഒരുമാതിരി ഇല്യൂഷൻസ് അതുപോലത്തെ ഒരു ടൈപ്പ് മോഡാണ് ഗൈസ് ഇത്. നമ്മൾ അൺപ്രഡിക്റ്റബിൾ സംഭവങ്ങളാണ് ഇവിടെ നടക്കാൻ പോണത്. എല്ലാവരും Introducing Next fans with 20% higher air thrust, powered by Aerology. കണ്ടിരിക്കുക. പി സി ക്രാഷ് ആവാതിരുന്നാൽ മതിയായിരുന്നു. ഇത് കുറെ പേര് ഈ മോഡ് അവോയ്ഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഞാൻ കേട്ടിരുന്നു. ഞാൻ ഈ മോഡിനെ പറ്റി ഞാൻ സീക്കിനോട് ആദ്യമൊന്നും ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു മോഡ് കളിക്കാൻ പോകുന്നു, എന്താ ഇപ്പറ നീ കളിച്ചിരുന്നു. അപ്പൊ തന്നെ അവൻ പറഞ്ഞു പി സി ക്രാഷ് ആവും, നോക്കി കളിക്കുക എന്ന്. നമുക്ക് അറിയാം ഗൈസ് എന്താവോ എന്തോ. മറ്റേ ബ്ലൂ സ്ക്രീനർ ഒന്നും വരാതിരുന്നാൽ മതി പെട്ടെന്ന് വീഡിയോന്റെ ഇടക്ക് വെച്ചിട്ട്. ഒരുമാതിരി ശബ്ദവും കാര്യങ്ങളും എല്ലാം കൂടും അടങ്ങിയ ഒരു മോഡാണ്. ഓക്കെ, നമുക്ക് ബെഡിനുള്ള വകുപ്പ് സെറ്റ് ഗൈസ്. ഓക്കെ, ബെഡ്. പിന്നെ ഇവിടെ അടുത്ത് വില്ലേജ് ഉണ്ട് തോന്നുന്നു, അതുകൊണ്ടല്ലേ ഇവിടെ മറ്റേ പംകിനും കാര്യങ്ങളൊക്കെ ഇരിക്കണം. ഓക്കെ, വില്ലേജ് ഇവിടെ നടന്ന തന്നെ ഗൈസ്. എന്താ അവിടെ ഒരു സസ്സല്ലേ ഗൈസ് ഞാനിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. ഇതെന്തുവാടെ? ഓ, വില്ലേജ്. വെയിറ്റ്, എന്താ അങ്ങനെ ഒരു കളറ്? ബ്രോ വെയിറ്റ്, അത് വില്ലേജ് അല്ലല്ലോ, അത് വേറെന്തോ സംഭവമാണല്ലോ. എന്താ അങ്ങനെ ഇരിക്കണ്? ഞാൻ പറഞ്ഞില്ല ഗൈസ്, ഈ മോഡ് ഇത്തിരി ഡേഞ്ചർ ആണ്. എന്താ അവിടെ ഒരുമാതിരി വില്ലേജ് ഗൈസ്, സംതിങ് റോങ് ഗൈസ്. നമുക്ക് അങ്ങോട്ട് അവിടെ കുരിശല്ലേ തീ നിക്കണ്, ഹീറോ ബ്രെയിൻ്റെ അടയാളം കുരിശ്. നമുക്ക് അവിടെ പോണു ഗൈസ്. എനിക്ക് കണ്ടിട്ട് അവിടെ പോയ റിസ്ക് ആണെന്ന് തോന്നുന്നു. ഞാൻ അങ്ങോട്ട് പോണോ വേണ്ടോ എന്തോ. ഇത് കണ്ടല്ലോ ഗൈസ്, ഇതാണ് ഈ മോഡിന് പ്രത്യേകം. ഓരോ സസ്, അതായത് നമുക്ക് ഒന്നും പ്രഡിക്റ്റ് ചെയ്യാത്ത സംഭവങ്ങൾ, നമ്മളെ തല വരെ പുകക്കാൻ ചാൻസ് ഉള്ള ഓരോ സംഭവങ്ങളാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു വില്ലേജ് ഞാനിവിടെ ഇന്നേ വരെ ഗൈസ് ഞാൻ ഷെയ്ഡർ ഓഫ് ആക്കാൻ പോണു. എനിക്ക് ചെറിയൊരു പേടി വരുന്നുണ്ട്. അതായത് പെട്ടെന്നായിരിക്കും ഇതുമായി അറ്റാക്കും കാര്യങ്ങളൊക്കെ വരിക. അതേ ടൈമിൽ നമ്മൾ ഷെയ്ഡർ ആണെങ്കിൽ ഇടക്ക് ഒന്നും കൂടി ഈസി അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു പ്രിപ്പറേഷൻ എന്ന രീതിയിൽ ഷെയ്ഡർ ഓഫ് ആക്കാൻ പോണ്. ഷെയ്ഡർ ഓഫ് ആക്കിയപ്പോ തന്നെ ഒന്നും കൂടി സസ്സായിട്ട് തോന്നുകയും 10-20 ടൈപ്സ് ഓഫ് മോബ്സും 10-20 ടൈപ്പ് ക്രീപ്പി ക്രീച്ചേഴ്സും ക്രീപ്പി ടെക്സ്റ്റേഴ്സും എല്ലാം കൂടി ചേർന്നതാണ്. ഇങ്ങോട്ട് കടക്കണോ വേണ്ടേന്നാണ് ഗൈസ് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത്. ഇങ്ങോട്ട് കടക്കണ അത്ര നല്ല എല്ലാം തോന്നുന്നു. ഉള്ളിലോട്ട് പോകണോ ഗൈസ്? എനിക്ക് പേടിയാവുന്നുണ്ട്. ഇവിടെ ഒരു നിശബ്ദത ഗൈസ്. ഇതെന്താ സാധനം? ഇത് ഞാൻ പറഞ്ഞില്ല ഗൈസ്, ഒരുമാതിരി ടെക്സ്ചറും കാര്യങ്ങളും. ബെഡ് എടുത്തേക്കാം. ഇതെന്താ സംഭവം? കൊണ്ട് ഗൈസ് എന്റെ മൈൻക്രാഫ്റ്റ് ഇടുന്ന ഒരുമാതിരി ആവണുണ്ടാ. വില്ലേജസിനൊക്കെ ആരവിടെ കെട്ടിയിട്ടിരിക്കണം. അത് ഈ കുരിശിന്റെ നടുക്ക് തല കുത്തി നിൽക്കണ കുരിശ്. മറ്റേ നെണ്ണ് ഫിലിമിലൊക്കെ കണ്ടിട്ടില്ല ഗൈസ്, മറ്റേ നെണ്ണിന്റെ ചിഹ്നമായിട്ട് മറ്റേ തല കുത്തിയ കുരിശ്. ഇത് അങ്ങനെ എന്തോ ആണല്ലോ ഡേ. വില്ലേജ് മൊത്തം ഹോണ്ടഡ് ആണ് ഗൈസ്. മൊത്തം ഹോണ്ടഡ് വില്ലേജ് ആണ് തോന്നുന്നു. ഓക്കെ, പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ല. ഞാൻ അതിന്റെ അടുത്തോട്ട് പോകുമ്പോൾ അങ്ങനെയൊന്നും നടക്കണില്ല.
ഇതെന്ത്? ടച്ച് മീ ടു സേവ് യുവർ ലൈഫോ? ടച്ച് മീ ടു സേവ് യുവർ ലൈഫോ? ഞാൻ എന്തോ അറിയാതെ തൊട്ടടി. ഡീ സീനാവോ? ടച്ച് മീ ടു സേവ് യുവർ ലൈഫ് എന്ന് പറഞ്ഞു. ഞാൻ അറിയാതെ തൊടും ചെയ്ത്. എങ്ങനെ ഇരിക്കുന്നു? വള്ളി 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 എവിടെ പോയാലും ഞാൻ വള്ളി വിളിക്കും. ഇപ്രാവശ്യം എന്തൊരു വള്ളി ഞാൻ വിളിച്ചിക്കണ്. ടച്ച് മീ ടു സേവ് യുവർ ലൈഫ് പറഞ്ഞ് ഞാൻ എന്തോ ഒരുമാതിരി സാധനത്തുമ്പോ പോയി അറിയാതെ പിടിച്ചടേ. ഇതേ അയണ് ഗൈസ്, അയണ്. ആദ്യം ഞാനൊരു 3 സ്റ്റോൺ വെച്ചാകട്ടെ. നമുക്ക് എന്തായാലും ഗൈസ് ഫസ്റ്റ് നൈറ്റ് സ്കിപ്പ് ചെയ്യാം. എനിക്ക് എന്തായാലും താങ്ങില്ല. ഓക്കെ, ഇവിടെ ഞാൻ എന്തോ ഒരു സ്ട്രക്ചർ എന്തോ കണ്ട് ഗൈസ്. ഓക്കെ, ഇവിടെ എന്തോ കുറെ സൈൻ ബോർഡ് ഇരിക്കണ്. എല്ലാം വായിച്ചിട്ട് നമുക്ക് പോണം. ഓ സ്പെക്ക്, ഇതൊക്കെ എന്താടേ? ഇതെന്താണ്? The House Invader 6 Good Village 19/2/14. ഇത് കോർഡിനേറ്റ്സ് ആണോടെ? കോർഡിനേറ്റ്സ് അല്ലാത്ത ഉറപ്പാണ്. ഇവിടെ ഇത് കോർഡിനേറ്റ്സ് ആണ്. ഇതൊക്കെ എന്താ സംഭവം? റിഡിപ്പി അല്ലെങ്കിൽ ശരിക്കാണ് ഇത് വായിക്കാൻ വയ്ക്കുന്നില്ല, ഒരുമാതിരി പേര്. ദ ഹോസ്. ഓക്കെ, ഇതൊക്കെ ഇത് ഞാൻ പൊട്ടിക്കുന്നില്ല, ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. അന്നോഫോബിയ പ്ലോറാഡോക്കോ ഐ ഗ്രാബ്ഡ് ഫുഡ് 5/16/17. സോഡിൽ ജാക്ക് ബ്ലൂ കാറ്റ് വീഡ് 20/5/2020. ഡാർക്ക് ഏഞ്ചൽ നോ പോ വഴി എണിച്ചിന്. ഇതെന്താണ് എന്റെ മുന്നിൽ ഇപ്പൊ ഈ വന്നത്? ചാവാള വകുപ്പ് എന്തായാലും ഇവിടെ കാണുന്നുണ്ട്. ഞാൻ എന്ത് കാണണം ഗൈസ്? പോയോ? ഞാൻ പോയി തോന്നുന്നു. അപ്പൊ നമ്മളൊന്നും പ്രത്യേകിച്ച് കാടില്ല. ഒറ്റ അടിക്ക് എന്റെ ഇത്രയും ഹാർട്ട് പോയി. എന്തുണ്ടായി ഗൈസ്? ലിറ്ററലി എന്തുണ്ടായി എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ പറയുകയാണെങ്കിൽ ഇതില് നമ്മുടെ കീപ്പ് ഇൻവെന്ററി ഓൺ ആക്കണം എന്തുകൊണ്ട് ബെറ്റർ ആണെന്ന് തോന്നുന്നു. കാരണം നിങ്ങളിപ്പോ കണ്ടില്ല ഗൈസിന്റെ ഐറ്റംസ് എന്തായാലും പെട്ടെന്ന് പോവാനുള്ള വകുപ്പുണ്ട്. ഇതൊരു ജംസ്കാർ ആയിരുന്നടേ, ഒട്ടും റെറ്റ് ചെയ്തില്ല. ഓക്കെ, ഒരു കീപ്പ് ഇൻവെന്ററി ആണ് എന്തായാലും എടുത്ത് വെച്ചിക്കണ്. നമുക്ക്